ദിവസവും 40 പൈസയും 35 പൈസയും വെച്ച് കൂടുന്നത്? ആരാ ചോദിക്കുന്നത്? ആരാ പറയുന്നത്? ഇതൊന്നും കേൾക്കാൻ ഒരു ഗവൺമെന്റിനും ഒരു ഭരണാധികാരിക്കും താല്പര്യമില്ല. ഇവിടെ പെട്രോളിനും ഡീസലിനും ഒക്കെ കേന്ദ്രം വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന് നികുതി വരുമാനമുണ്ട്. ജനങ്ങളെ വഴി തടയുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്നവരല്ല ഞങ്ങൾ. അവിടെ ഉണ്ടാവുന്ന അനിഷ്ട സംഭവങ്ങൾ ആരാധനയോടെ കാണുന്നവരുമല്ല. ഇന്നലെ ഒരു പ്രശസ്തനായ സിനിമ ജോജുവിനെ ആരാ സാർ വഴിയിലൊരു അഭിപ്രായം ഉണ്ടാക്കി വണ്ടി അടിച്ചു പൊട്ടിച്ചത്? എന്നിട്ട് മദ്യപിച്ചാണെന്ന് കപടമായ ഒരു പ്രചരണം നടത്തിയാരാണ് സാർ? എന്നിട്ട് അവിടെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതില്ലല്ലോ സാർ. നിങ്ങൾ സമരം നടത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരാൾ ബഹളമുണ്ടാക്കി വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നെങ്കിൽ അയാളുടെ സ്ഥിതി എന്തായിരുന്നേനെ? ഇന്ന് നമുക്ക് അനുശോചന യോഗം ചേരേണ്ടി വന്നേനെ അയാൾക്ക് വേണ്ടി. അവിടെ സമരക്കാര് വയലന്റ് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. ഏത് സമരത്തിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ആ സമരക്കാരോട് പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ഇയാളെ ലക്ക് കെട്ടാണ് വന്ന് സംസാരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞത്. പൊള്ളുന്ന ഇന്ധനവിലയിൽ നട്ടം തിരിഞ്ഞ് നാടോടുമ്പോൾ പരിഹാരമില്ലാതെ പരസ്പരം പോരടിച്ച രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പുകോർത്തും കേന്ദ്രത്തെ ഒരുമിച്ചാക്രമിച്ചും നിയമസഭയിൽ വരെ ഭരണ പ്രതിപക്ഷങ്ങളുടെ വാഗ്വാദമാണ് കണ്ടത്. അതിന്റെ ഒക്ടോബറിൽ മാത്രം കൂട്ടിയത് പെട്രോൾ ലിറ്ററിന് 7 രൂപ 82 പൈസയും ഡീസലിന് 8 രൂപ 71 പൈസയും. ഇക്കണക്കിന് പോയാൽ പെട്രോൾ വില 150 ആകാനും വലിയ താമസമുണ്ടാകില്ല. ജനമിനി എന്ത് ചെയ്യും? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേർന്നു CPI നേതാവ് DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ VK സനോജ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസും ചർച്ചയ്ക്കൊപ്പം ചേരും. സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഡിജോ കപ്പൻ എന്നിവരും ചർച്ചയ്ക്കൊപ്പം നേരിടും. BJP നേതാക്കളെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹം ഈ ചർച്ചയ്ക്ക് ഒപ്പം വളരെ പെട്ടെന്ന് ചേരുമെന്നാണ് ഒരു പ്രതീക്ഷ. ഏതായാലും പ്രൈം ഡിബേറ്റ് ഇത്തവണ പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ്. അതിലൊന്ന്, ജനത്തെ ഇങ്ങനെ പെരുവഴിയിലാക്കി കൊള്ളയടിക്കുന്നത് ആരാണ്? ആരോപിക്കുന്ന ഈ നികുതി ഭീകരത നടത്തുന്നത് കേന്ദ്ര സർക്കാരാണോ അതോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചാണോ? മുൻ സർക്കാരുകളെ പഴി പറയുന്ന കേന്ദ്രത്തിന്റെ വാദങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? സർവോപരി എന്താണ് പരിഹാരമുണ്ടോ ഈ ഇരുട്ടടിക്ക്? പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് കടക്കുന്നു. ആദ്യം ശ്രീ ഡിജോ കാപ്പൻ, കഴിഞ്ഞ 10 മാസം കൊണ്ട് പെട്രോളിന് കൂടിയത് 26 രൂപ 6 പൈസ എന്ന് തന്നെ പറയണം. ഡീസലിന് 25 രൂപ 91 പൈസ, താങ്കൾക്കും അറിയാം. സിലിണ്ടറിന്, ഗാർഹിക ആവശ്യമുള്ള സിലിണ്ടറിന് 200-ലേറെ രൂപ കൂടുകയും ചെയ്തു. ചോദിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും എത്ര വലിയ ഇരുട്ടടിയാണ് സാധാരണ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? എന്താണ് സാധാരണക്കാരൻ്റെ അവസ്ഥ? ഈ രീതിയിലുള്ള ഒരു വലിയ ഇന്ധനവില വർധനവിലേക്ക് ജനം ഇതിനു മുൻപ് കടന്നിട്ടുണ്ടോ ഇങ്ങനെ തുടർച്ചയായി? ഇത് ഇപ്പോൾ നമുക്ക് ഈ പെട്രോൾ വില വർധനവ് എന്ന് പറയുന്നത് ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത് 2005, 2006 കാലഘട്ടങ്ങളിലൊക്കെ വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം 2 രൂപ അല്ലെങ്കിൽ പരമാവധി 2.5 രൂപ കൂട്ടുമ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഹർത്താൽ നടത്തുമായിരുന്നു. ഈ കഴിഞ്ഞ മാസം, ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ 7 രൂപ 46 പൈസയാണ് ഓരോ ദിവസവും 35, 48 ഒക്കെ ആയിട്ട് കൂട്ടി ഒരു മാസം കൊണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊണ്ടുപോയത്. അപ്പം ഇതിന്റെ പ്രധാന കാരണം, അപർണ പറഞ്ഞതുപോലെ, ഇതിന്റെ പ്രധാന കാരണം ഇവർ പരസ്പരം പഴിചാരും. ആരാണ് ഇതിന്റെ കുറ്റക്കാരൻ? ചിലർ പറയുന്നു ഇത് എണ്ണ കമ്പനികൾക്ക് ഇതിന്റെ അധികാരം വിട്ടുകൊടുത്തുകൊണ്ടാണ്. എന്റെ അഭിപ്രായത്തിൽ എണ്ണ കമ്പനികൾ തടിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും എണ്ണ കമ്പനികൾക്ക് പരമാവധി അവരുടെ ക്രൂഡിന്റെ വില ഉൾപ്പെടെ, അത് റോ മെറ്റീരിയൽ ആണല്ലോ, അത് ഇവിടെ 84% പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു, ബാക്കി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നു. ആ ക്രൂഡിന്റെ വില കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോസസ്സിംഗ് ചാർജ് 5 രൂപ മുതൽ 8 രൂപ വരെ അവരുടെ പ്രോസസ്സിംഗ് ചാർജ് വരുന്നുണ്ട്. അതെല്ലാം കൂടെ വന്നാൽ 44 രൂപ 45 രൂപ ഈ നമ്മുടെ കയ്യിൽ നിന്ന് 110 രൂപ അല്ലെങ്കിൽ 115 രൂപ മേടിക്കുമ്പോൾ 44 രൂപ അല്ലെങ്കിൽ 45 രൂപ കൊണ്ടുപോകുന്നു. ബാക്കി അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നികുതിയായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാകും, നികുതി പിരിക്കണ്ടേ? അത് ബഹുമാനപ്പെട്ട മേരി ടീച്ചർ ഉള്ളത് കൊണ്ട് ആ സാമ്പത്തിക വശം ടീച്ചറിന് നന്നായിട്ട് അറിയാം, ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ ഒരു ജനത്തെ സംബന്ധിച്ച്, ഗവൺമെന്റ് നികുതി പിരിച്ച് ഞങ്ങളുടെ സുരക്ഷിതത്വം, ഞങ്ങളുടെ ആശുപത്രി, മറ്റു കാര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം ഒക്കെ ചെയ്യുന്നുണ്ട്.
പക്ഷെ അത് ജനങ്ങളെ ദരിദ്രരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് റോഡിൽ മുഴുവൻ കക്കൂസ്, വഴിയോരത്തെല്ലാം കക്കൂസ് ഉണ്ടാക്കാനെന്നായിരുന്നു ഇതിനൊരു ന്യായം പറഞ്ഞു. അപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം വന്നു. ഭക്ഷണം കഴിച്ചാൽ അല്ലേ കക്കൂസിന്റെ ആവശ്യമുള്ളൂ. ഉടനെ പറയുന്നു അത് റോഡുകളുടെ വൈഡനിങ് ആണ്. അത് സംബന്ധിച്ചൊരു പഠനം നടത്തിയപ്പോഴാണ് കാണുന്നത് 1 ലിറ്റർ പെട്രോളോ 1 ലിറ്റർ ഡീസലോ അടിക്കുമ്പം 18 രൂപ റോഡ് സെസ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അങ്ങനെ മേടിച്ച പണിത റോഡിൽ വീണ്ടും ബാലിയക്കര ചെല്ലുമ്പം അല്ലെങ്കിൽ മറ്റ് നാഷണൽ ഹൈവേ ചെല്ലുമ്പം അവിടെ വീണ്ടും കിലോമീറ്ററിന് ഏതാണ്ട് 1 രൂപ വെച്ച് വീണ്ടും സെസ് പിരിക്കുക. അപ്പം ഇതൊക്കെ തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അത് സംബന്ധിച്ച് ഒരു പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ത്യയിലെ 130 കോടി ജനങ്ങളിലെ 0.1% കോർപ്പറേറ്റുകൾക്ക് 2019 മുതൽ കൊടുത്ത ഇൻകം ടാക്സിൽ കൊടുത്ത അല്ലെങ്കിൽ നികുതി ഇളവ് എന്ന് പറയുന്നത് 1,45,000 കോടി രൂപയാണ്. ആ 1,45,000 കോടി രൂപ ആരിൽ നിന്നെങ്കിലും പിരിക്കണമല്ലോ. അപ്പൊ അതെന്താ ചെയ്തത്? ഇന്ത്യയിലെ 129.99% ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു വിഹിതം സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു GST വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല, ഞങ്ങൾക്ക് മദ്യത്തിൽ നിന്നും ഇതിൽ നിന്നേ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇത് മുഴുവൻ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ, തൊഴിലാളികളുടെ, ഓട്ടോറിക്ഷക്കാരന്റെ, ബസ് കണ്ടക്ടറുടെ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിന് വേണ്ടി പടപൊരുതുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെ പണം പോയാൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പ്രതിഷേധം അല്ലെങ്കിൽ ജനവികാരം സർക്കാരിന്റെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട പ്രതിപക്ഷ സംഘടനകൾ നിർവീര്യമായിട്ടിരുന്നാൽ, നിസ്സംഗതയോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അസംഘടിതരായ ജനം റോഡിലോട്ട് ഇറങ്ങി പ്രതികരിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജർമ്മനിയിൽ നമ്മളത് കണ്ടതാണ്. ജർമ്മനിയിൽ ജനങ്ങൾ വമ്പിച്ച പ്രതിഷേധം എന്ന നിലയിൽ ഇന്ധനവില കൂടിക്കഴിഞ്ഞപ്പോൾ ഈ വാഹനം ഞങ്ങൾക്കിനി വേണ്ട, സർക്കാർ ഓടിച്ചോ എന്ന് പറഞ്ഞ് റോഡിലേക്ക് വാഹനം ഇട്ടിട്ട് എല്ലാവരും വീടുകളിൽ കയറിപ്പോയി. ജർമ്മനി നിശ്ചലമായി പോയി. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് കടന്നു പോകുന്ന രോഗികൾ, ആംബുലൻസ് പോലും കടന്നു പോകാൻ പറ്റാതെ വരുമ്പം ആ പ്രതിഷേധം ജീവനൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു ഇന്ത്യയിൽ ഉണ്ടാകണമോ എന്ന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവരും GSTയിലോട്ട് കൊണ്ടുവരുന്നതിന് BJPയുടെ ഒരു പൊളിറ്റിക്കൽ നേതൃത്വം എടുക്കാത്ത ഒരു തീരുമാനം കൊണ്ടാണ് GST വരാത്തത്. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തീരുമാനം GSTയുടെ കാര്യത്തിൽ എടുത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ തീരുമാനം നടപ്പാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും ഇതിനൊരു ന്യായീകരണമില്ല. 2017 ദൈനംദിന വില നിശ്ചയം കൊണ്ടുവന്നപ്പോ പറഞ്ഞത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അതാത് സമയത്ത് ജനങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്നാ പറഞ്ഞത്. പക്ഷെ ആ ഹാൻഡ് ഓവർ ഉണ്ടായില്ല. $110 വിലയുണ്ടായിരുന്ന ക്രൂഡിന് $50 വരെ എത്തിയപ്പം ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയില്ല എന്ന വേദനാജനകമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ കടന്നു. തീർച്ചയായും ശ്രീ ഡി ജോക്കബാൽ, മറ്റു വശങ്ങളിലേക്ക് വരാം. മറ്റ് പ്രത്യാഘാതങ്ങൾ അത് ഇനി വരാനിരിക്കുന്നതിൽ പോലും നമ്മൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്കെല്ലാം വരാം. അതിനു മുൻപ് ഡോക്ടർ മേരി ജോർജ്, ഒറ്റ വാക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളതുകൊണ്ട് ആരാണ് ഉത്തരവാദി? അപർണ, ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് ഞാനിവിടെ എല്ലാ മീഡിയകളിലും പറഞ്ഞു കേൾക്കുന്നത് UPA ഗവൺമെൻറ് 2010 പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിക്ക് വിട്ടത്, അതുകൊണ്ട് UPA ഗവൺമെൻറ്റാണ് ഉത്തരവാദി എന്നാണ്. അല്ല, എൻ്റെ കയ്യിൽ അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരെ ഉണ്ട്. അത് ഞാനെടുത്ത് ഉയർത്തി വേണമെങ്കിൽ കാണിക്കാം. അതായത് 1998 വാജ്പേയി ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നു. 98 വന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഡേറ്റ് പറയാൻ ഒക്കില്ല. പക്ഷേ 98 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം വിപണിക്ക് വിടണം. അതായത് അതുവരെ ഉണ്ടായിരുന്നത് ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടിലേക്കായിരുന്നു ബജറ്റ് വഴിയായിട്ട് പണം വകകൊള്ളിക്കും. എന്നിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുമ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് ഈ പറയപ്പെട്ട ഡീസലിനും പെട്രോളിനും സബ്സിഡി കൊടുക്കും. അങ്ങനെ അത് നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഇന്ത്യക്കകത്തെ മാർക്കറ്റിൽ അതിൻ്റെ വില നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് പ്രോസസ്സ് അതായിരുന്നു നിലനിന്നിരുന്നത്. അപ്പം ഈ 1998 വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തൊക്കെ അപ്പോഴേക്കും ഈ ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് ബജറ്റ് വഴി കൊടുക്കേണ്ട വിഹിതം വളരെയധികം വർദ്ധിക്കുകയും അത് വലിയൊരു ഭാരമായി തീരുകയും ചെയ്തു.
അപ്പോൾ ന്യായമായും ആ ഗവൺമെൻറ് എടുത്ത തീരുമാനം, ഞാൻ ആ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയല്ല, എടുത്ത ഒരു തീരുമാനമായിരുന്നു ഈ വില നിയന്ത്രണം മാറ്റിയിട്ട് ഇതിനെ വിപണിക്ക് വിടുക എന്നത്. എന്നിട്ട് അത് ആലോചിച്ച് പലവട്ടം ഇപ്പം നമ്മൾ വിമൻസ് കോട്ട ബില്ല് പാസ്സാക്കാൻ കഷ്ടപ്പെടുന്നത് പോലെ ഒക്കെ ആലോചിച്ച് വന്ന് അത് ഘട്ടം ഘട്ടമായി ആ തീരുമാനം മുന്നോട്ട് പോയി. 2002 അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നു. 2002 മാർച്ച് 28 ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ചാൽ അത് പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കണം ആ ബില്ല്. അത് കഴിഞ്ഞിട്ട് രാജ്യസഭയിൽ പോയി അവിടെ പാസ്സാകണം. അതും കഴിഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ സിഗ്നേച്ചറും വാങ്ങണം. ഈ 3 പ്രോസസ്സും കഴിഞ്ഞാണ് അത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് വരുന്ന ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, മാർച്ച് 28, 2002. അങ്ങനെയാണ്. അപ്പോൾ ആരാണ് ഇത് വിപണിക്ക് വിട്ടത്? എന്താണ്, NDA ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ്റാണ് വിപണിക്ക് വിട്ടത്. പക്ഷേ ആ തീരുമാനം, ആ നിയമം അന്ന് പാസ്സാക്കിയെങ്കിലും അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന ഗവൺമെൻറ് UPA ഗവൺമെൻറ് ആയിരുന്നു. UPA ഗവൺമെൻറ്റും അത് തന്നെ മുൻപോട്ട് കൊണ്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വാജ്പേയി ഗവൺമെൻറ് ആ തീരുമാനം എടുത്തത് ഈ ഭാരം, ഈ ഇന്ധനത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ വക കൊള്ളിക്കുന്ന പണം എന്ന് പറയുന്നത് നികുതിദായകരുടെ പണമാണ്. അങ്ങനെ നികുതിദായകരുടെ പണം കൊടുത്ത് ബജറ്റ് വഴിയായിട്ട് ഈ ഓയിൽ പൂൾ അക്കൗണ്ടിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോളിനും ഡീസലിനും സബ്സിഡി ഉണ്ടായിരുന്നു. പെട്രോളിൻ്റെ സബ്സിഡിയേക്കാൾ വളരെ ഉയർന്ന തോതിൽ ഡീസലിന് സബ്സിഡി കൊടുത്തിരുന്നു. ആ സബ്സിഡി കണ്ടുകൊണ്ട് കാർ മാനുഫാക്ചറേഴ്സും മറ്റ് വെഹിക്കിൾ മാനുഫാക്ചറേഴ്സും പെട്രോൾ കാറുകളുടെ നിർമ്മാണം നിർത്തി ഡീസൽ കാറുകളിലേക്ക് മാറി. അതായത് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ്, അതായത് ഹൈ എൻഡ് വലിയ പണക്കാർ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഡീസൽ വാഹനങ്ങളാക്കി മാറ്റി. എന്തിനാണ് മാറ്റിയത്? അവർക്കൊക്കെ ഈ ഡീസലിന് കിട്ടുന്ന വലിയ സബ്സിഡിയുടെ പ്രയോജനം കിട്ടാൻ. അങ്ങനെ 2002 ആയപ്പോഴത്തേക്കും വാജ്പേയി ഗവൺമെൻറ് എന്തുകൊണ്ടാണ് തീരുമാനം എടുത്ത് കൊടുക്കുന്ന സബ്സിഡിയുടെ ഗുണഭോക്താക്കൾ പാവപ്പെട്ട കൺസ്യൂമേഴ്സ് അല്ല, അത് ഇതുപോലെയുള്ള ഈ ഹൈ എൻഡ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും സബ്സിഡി കുറയ്ക്കണമെന്നും ഇതിനെ വിപണിക്ക് വില നിയന്ത്രണം വിപണിക്ക് വിടണമെന്നും തീരുമാനിച്ചത്. അത് മേരി ടീച്ചർ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോളാം, ഇടപെട്ട് ചോദിക്കുന്നത്, കാരണം എണ്ണ വിലയുടെ ഒരു രാഷ്ട്രീയം കൂടി ഈ ആരോപണവും അത് നിയമസഭയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തതുകൊണ്ടുകൂടിയാണ്. ഈ കേന്ദ്ര ധനമന്ത്രി അടക്കം പറയുന്നത് ഓയിൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞേനെ. ആ ഓയിൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഉത്തരവാദിത്തം പറയുന്നത് അത് UPA സർക്കാരിൻ്റെ തലയിലാണ്. അങ്ങനെ ഒരു ഓയിൽ ബോണ്ട് വരുന്നു, അത് വലിയൊരു ബാധ്യതയായി രാജ്യത്തിന് നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നതിലും സാങ്കത്യമില്ല എന്നുകൂടിയാണോ? അതായത് അതിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് പഠിക്കാതെയായി ഈ പ്രശസ്തരൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പറയുന്നത്. ഓയിൽ ബോണ്ട് ഒരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബജറ്റ് വഴിയായിട്ട് ഇതിനെ ഈ ഓയിൽ പൂളിനെ ശക്തിപ്പെടുത്തി എല്ലാ പ്രാവശ്യവും ബജറ്റിലൂടെ പണം അതിലേക്ക് കൊടുക്കുമായിരുന്നു. അത് തികയാതെ വന്നപ്പോഴാണ് ഓയിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് ഓയിൽ ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചത്. അപ്പോൾ ആ ഓയിൽ ബോണ്ടുകളിൽ നിന്ന് സമാഹരിച്ച പണത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക, അതും ഒരു വലിയ ബേർഡനായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അവസാനം നിവൃത്തിയിട്ടിട്ടാണ് വാജ്പേയി ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ഇത് വിപണിക്ക് വിടുക എന്നുള്ളത്. അപ്പോൾ ഓയിൽ ബോണ്ട് എന്ന് വെച്ചാൽ ഓർമ്മയുടെ 1977 ഓയിൽ പൂൾ അക്കൗണ്ട് തുടങ്ങുന്നതും ഈ വില നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതും. അതുവരെ ഇത് സാധാരണ രീതിയിൽ എല്ലാ രാജ്യങ്ങളിലെയും പോലെയായിരുന്നു. അപ്പോൾ 1977 മുതൽ 2002 വരെ ഇത് ഗവൺമെൻറ് നിയന്ത്രിതമായിരുന്നു. ആ കാലഘട്ടത്തിൽ മുഴുവനും ഇതിൻ്റെ വിലയെ പിടിച്ചു നിർത്തിയിരുന്നത്, വലിയ തോതിലാണ് ഇതിൻ്റെ വില പിടിച്ചു നിർത്തിയിരുന്നതും സബ്സിഡി കൊടുത്തിരുന്നതും. ഇത് മുഴുവൻ ഈ പറയപ്പെട്ട ഓയിൽ പൂൾ അക്കൗണ്ട് വഴി ഓയിൽ ബോണ്ട് വഴി കളക്ട് ചെയ്യുന്ന പണം, അല്ലാതെ ബജറ്റിൽ നിന്ന് എടുക്കുന്ന പണം. അപ്പോൾ ഈ ഓയിൽ ബോണ്ട് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ വിടേണ്ടി വന്നത്. അത് UPAയുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ 1998 മുൻപ് ഒരു പ്രാവശ്യമാണ് ഗ്ലോബലൈസേഷൻ. ആ പോയിന്റ് വ്യക്തമാണ് ശ്രീമതി മേരി ജോർജ്. ഞാൻ തിരികെ വരാം. ശ്രീ VK സനോജ, കോൺഗ്രസിന് ഇന്ധനവിലയെ കുറിച്ച് പറയാൻ ധാർമ്മികമായിട്ട് അവകാശമില്ല. ഇന്നലെ ഉണ്ടായ വിഷയങ്ങളിൽ അതൊരു മറ്റൊരു വിഷയമാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം ഇന്ധനവില ആയതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു, കോൺഗ്രസിന് അത് ധാർമ്മികമായി പറയാൻ അവകാശമില്ല എന്നാണല്ലോ DYFയുടെ
ദേശീയ അധ്യക്ഷനടക്കം ഉള്ളവർ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ, അഡ്വക്കേറ്റ് അനിൽബോസ് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. അതിനു മുൻപും നിയമസഭയിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ആരോപണം, അതായത് ദേശീയ സർക്കാരിനെ വിമർശിക്കാതെ, ആ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കാതെ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സംസ്ഥാനം ദേശീയ സർക്കാരിന് ഒത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഏകദേശം അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്രം കൂടിയാണ് ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് ശ്രീമതി മേരി ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീ VK സനോജ്. അപർണ, ഇതിവിടെ നേരത്തെ ആരൊക്കെ സൂചിപ്പിച്ചു, രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരസ്പരം പഴിചാരി യഥാർത്ഥ വിഷയങ്ങളൊക്കെ മാറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 30 വർഷമായി ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചിട്ട് അതിന്റെ ദുരന്തമാണ്. ആ ഒരു രാഷ്ട്രീയം ചർച്ചയിന് പകരം ഇവിടെ വളരെ ചുരുങ്ങിയ നിലയിൽ ചില ചർച്ചകൾ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇപ്പോ എന്താ പറയുക, 1998 വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. 2002 ഈ ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെക്കുന്നു. അതിനു മുന്നേ എന്താണ് സ്ഥിതി? അതിനു മുന്നേ ആ ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് വരുന്ന ബാധ്യത പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് തുകയിൽ നിന്ന് പണം കൊടുത്തിരുന്നു. ഇപ്പൊ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇനി എന്താണ്, അതുകൊണ്ട് വിപണിക്ക് വിടുന്നു. എത്ര ലളിതമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത്. ഈ പണം ആർക്ക് വേണ്ടിയാ കൊടുക്കുന്നത്? ഈ ബജറ്റ് തുക വകയിരുത്തുന്നത് ആർക്ക് വേണ്ടിയാ? അത് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയാ. ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി VK സനോജ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ചില സാങ്കേതിക വിഷയങ്ങൾ, ആ പറഞ്ഞത് മുഴുമിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട് കൂടിയാണ് പറയുന്നത്. സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് അദ്ദേഹത്തിലേക്ക് വരാം. അപർണ, സനോജ് പറഞ്ഞു വന്ന ആ കാര്യത്തിനോട് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതിലൊരു ഉദാഹരണം. അതായത് എന്തുകൊണ്ട് സബ്സിഡി നിർത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു? സബ്സിഡി അടിച്ചെടുക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ്സും വലിയ ഹൈ എൻഡ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നികുതി പണം ചെലവഴിക്കരുത് എന്ന തീരുമാനം കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനം 2002 ഒരു നിയമം കൊണ്ടുവന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് സനോജ് ഉൾക്കൊണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസ്, UPA സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട ഈ ഇന്ധനവിലയുടെ ഉത്തരവാദിത്തം എന്നാണ് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു വെക്കുന്നത്. ഒരു പക്ഷേ അതൊരു വാദത്തിന് പറഞ്ഞാൽ പോലും സംസ്ഥാന സർക്കാരിനെ കണ്ണടച്ചു വിമർശിക്കുന്നത്, അത് നികുതിയുമായി ബന്ധപ്പെട്ട് നികുതി ഭീകരത എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വിരൽ സംസ്ഥാന സർക്കാരിനെതിരെയും ചൂണ്ടാൻ കോൺഗ്രസിന് ധാർമ്മികതയില്ല എന്നുകൂടി ഇടതുപക്ഷം പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ നികുതി ഘടന തുടരുന്നു. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഏത് രീതിയിലാണ്? ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, രാജസ്ഥാൻ അടക്കം എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ പരസ്പരമുള്ള ആരോപണങ്ങളും പഴിചാരലുകളും മാത്രമാണ് നടക്കുന്നത് എന്ന് സാധാരണക്കാർക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള മേരി ജോർജിന് കേരള സമൂഹത്തിന്റെ പേരിൽ ഞാനൊരു കയ്യടി കൊടുക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ കൃത്യമായി, രാഷ്ട്രീയത്തിനതീതമായി, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വില നിർണ്ണയ അവകാശം കൊടുക്കാനുള്ള തീരുമാനമെടുത്തതിനെ സംബന്ധിച്ച്, അതിന്റെ BJPയുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച്, വാജ്പേയി ഗവൺമെന്റ് നടപടികളെ സംബന്ധിച്ച്, അതിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിനെ സംബന്ധിച്ച് ഒക്കെ തന്നെ വളരെ കൃത്യമായി പ്രതിപാദിച്ചു. ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം വില നിർണ്ണയാവകാശം കൊടുത്തത്, അതിനുശേഷം വന്ന ഡീസലിന്റെ വില നിർണ്ണയാവകാശം കൊടുത്തത് ആരാ? BJP ഗവൺമെന്റ്. നമ്മൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, ഇത്രയും പ്രമാദമായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ BJP, കോൺഗ്രസ്, CPM എന്നതിനപ്പുറമുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ചർച്ചയെ കാണാൻ. UPയും രാജസ്ഥാനെയും തുലനം ചെയ്യാനല്ല ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റത്തിൽ സെപ്പറേറ്റ് ഗവൺമെന്റുകൾ, സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്റ്റേറ്റിന് അനിവാര്യമായ കാര്യം ചെയ്യാനാണ് ഇവിടുത്തെ ഒരു സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഉള്ളത്. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നടപടി സ്വീകരിക്കാനുള്ള അവകാശം അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ്. കോൺഗ്രസ് ആവട്ടെ മറ്റേത് പാർട്ടിയാണ്. BJP അല്ലേ ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMK ഭരിക്കുന്നുവെങ്കിൽ പോലും സഖ്യകക്ഷിയായി നിൽക്കുന്നതാരാ? CPM ഞങ്ങളുടെ കൂടെ നിൽക്കുകയല്ലേ. അപ്പം ആ നിലയിൽ നമ്മൾ അതിനെ കാണണ്ട. രാഷ്ട്രീയ തലത്തിനപ്പുറം നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണണം. ഇവിടെ കൃത്യമായി പറഞ്ഞു, പെട്രോൾ വില നിർണ്ണയാവകാശം എടുത്ത് കളയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുണ്ടായ സാഹചര്യവും അതിനുശേഷം വന്ന നടപടികളും BJPയുടെ പങ്കാളിത്തം
ശ്രീമതി മേരി ജോർജ് പൂർത്തിയാക്കാതെ പോയത്. ഡീസൽ വില നിർണ്ണയാവകാശം എടുത്തു കളഞ്ഞു വരാം. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയാണ്. എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രധാനമന്ത്രി എന്ന പദത്തിൽ ഇരിക്കുന്ന ആ വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ക്യാബിനറ്റ് ആണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 2, ഈ 2 വില നിർണ്ണയാവകാശവും എടുത്ത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അല്ലെങ്കിൽ വിൽപ്പന കമ്പനികൾക്ക് നൽകുന്നതിന് തീരുമാനിച്ചതിനു ശേഷം വ്യാപകമായി പ്രൊപ്പഗണ്ട സൃഷ്ടിച്ച് കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് ആണ് ഈ വില നിർണ്ണയാവകാശം കൊടുത്തത് എന്ന പ്രചരണത്തിൽ നിന്ന് നിരുപാധികം CPM-ഉം BJP-യും പിന്മാറണം എന്നാണ് ഈ വേദിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, വിലവർദ്ധനവുകൾ ഇന്നല്ല. വിലവർദ്ധനവുകളും നികുതി വർധനവുകളും ഇന്നല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നിയമസഭയിലെ ഷാഫി പറമ്പിലിന്റെ പ്രസംഗം ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരു ജനപ്രതി എന്നുള്ളതിൽ ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കുകയാണ്. നികുതിയുടെ വർധനവിനെ സംബന്ധിച്ച് 1947 മുതൽ 2014 വരെ മാറി മാറി ഗവൺമെന്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഭരിച്ച 62 വർഷക്കാലം ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 10 തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട് ഭരിച്ചത് കോൺഗ്രസ് 6 തവണ ഒറ്റയ്ക്കും 4 തവണ മുന്നണിയായി ഭരിച്ച ഒരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമയം തൊട്ട് അനന്തര ഭാരതത്തിന്റെ ഭരണകാലഘട്ടം തുടങ്ങിയത് മുതൽ 2014 വരെ വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ എത്ര രൂപ നികുതി ഉണ്ടായിരുന്നു ആലോചിക്കണ്ടേ? ഇപ്പോഴുള്ള തർക്കം എന്താ? ഇപ്പോഴുള്ള തർക്കം നികുതി വർധനവ് തന്നെയാണ്. ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളാണോ? എന്റെ സ്റ്റേറ്റ് ആയിട്ടുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. അവർണയ്ക്ക് പറയാം, ശ്രീമതി മേരി ജോർജിന് പറയാം, ശ്രീ ഡിജോ കാപ്പൻ എന്റെ ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് അദ്ദേഹത്തിന് പറയാം. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് CPM JPയോ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് അവരുടെ മറുപടി അവരുടെ രാഷ്ട്രീയ നിലപാട് മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അവരും പെട്രോൾ അടിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്, ഡീസൽ അടിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കണം എന്നില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. സത്യസന്ധമായ ചില വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ്, അതായത് വിഷയത്തിനൊരു പരിഹാരമാണ്. രാഷ്ട്രീയ ആരോപണങ്ങളാണെങ്കിൽ അത് എത്ര സമയം വേണമെങ്കിലും കൊണ്ടുപോകാം. എന്ത് പരിഹാരം? വില നിർണ്ണയ രീതിയിലെ വിഷയമാണോ? നികുതി ഘടന മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്ന് സംസ്ഥാനം പറയുന്നതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഏത് രീതിയിലുള്ള പരിഹാരമാണ്? നികുതി കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം പ്രാക്ടിക്കലായിരിക്കും? അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വരാം. ചെറിയൊരു സാങ്കേതിക തകരാറ് കൂടി പരിഹരിക്കാനുള്ളത് കൊണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഡിജോ കാപ്പൻ, ഒക്ടോബർ മാസത്തെ മാത്രം വില വർധന, മനോരമ പത്രം ഇന്നത് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഒക്ടോബർ വിപ്ലവം എന്നാണ്. അതങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ലിറ്ററിന് 7 രൂപ 82 പൈസ, അത് 8 രൂപയോളം. ഡീസലിന് 9 രൂപയുടെ അടുത്ത്. അപ്പോൾ ഈ രീതിയിൽ വളരെ ഇനി ഉറ്റുനോക്കേണ്ട കാര്യങ്ങൾ മറ്റ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെ കൂടി പ്രത്യക്ഷത്തിൽ ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ടാകുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള സമയങ്ങളിലേക്ക് പോകുക? ഈ രീതിയിലാണ് ഇന്ധനവില ഇനിയും തുടർന്നു പോകുന്നതെങ്കിൽ അതെങ്ങനെയാണ്? അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്, പക്ഷെ അതെങ്ങനെയായിരിക്കും? അല്ല, ഇത് പറയുമ്പം ഈ ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരാണെന്ന് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിന്റെ കാരണം 2014 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയപ്പം ഇവിടെ ജനവികാരം പ്രകടിപ്പിക്കാനായിട്ട് ആ പാർട്ടിക്ക് കഴിഞ്ഞു. ആ പാർട്ടിക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് അതിന് തൊട്ടു മുന്നിൽ ഒരു കാര്യം കൂടി ഉണ്ടായി. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി. അദ്ദേഹം 2012 മെയ് 23 ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു. അതായത് ഒരു ഗവൺമെന്റിന്റെ ഭരണപരാജയത്തിന്റെ വലിയ ഉദാഹരണമാണ് പെട്രോളിയം ഡീസൽ വില വർധനവ് കാണിക്കുന്നത്. നൂറുകണക്കിന് കോടി രൂപയുടെ നഷ്ടം ഗുജറാത്ത് ഗവൺമെന്റിനുണ്ടായി. അത് കുറിക്കുമ്പം പെട്രോളിന്റെ വില ഇന്ത്യയിൽ ഡൽഹിയിൽ 73 രൂപ 18 പൈസയും ഡീസലിന്റെ വില 41 രൂപ 32 പൈസയാണ്. അന്ന് ക്രൂഡ് ഓയിലിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റ് വില എന്ന് പറയുന്നത് $110.34. ഇന്ന് എവിടെയാ സംഗതി നിൽക്കുന്നത്? അന്ന് ഇത് പറഞ്ഞപ്പം ജനങ്ങൾ ഓർത്തു, അന്ന് വീട്ടമ്മമാരെ നിങ്ങൾ ഈ 300 രൂപയ്ക്ക് എന്തിനാണ് ഗ്യാസ് കുറ്റിക്ക് വില കൊടുക്കുന്നത്? എനിക്കൊരു അവസരം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളൊക്കെ ശരിയാണല്ലോ, എന്തിനാണ് ഈ 300 രൂപ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ മോദിയെ കൊണ്ടുവന്നു. പക്ഷെ ഇന്നെന്താ സ്ഥിതി? ആ 300-ൽ നിന്ന് നേരെ 1000-ലേക്കും ബാരലിന് $110 വിലയുണ്ടായിരുന്ന ക്രൂഡ് $50 ഈ കഴിഞ്ഞ ജനുവരിയിൽ വന്നു. അന്ന് നമ്മൾ 85 രൂപ കൊടുത്തു, ഇന്ന് 110, 114 രൂപ കൊടുക്കുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത
ഒരു ഭരണാധികാരി അല്ലെ ഒരു ഭരണ നേതൃത്വം ഡൽഹിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എങ്കിൽ പോലും നമ്മളോട് വോട്ട് ചോദിക്കുന്ന കാലത്ത് പഞ്ചായത്തിൽ അല്ലെ ഒരു സ്ഥാനാർത്ഥി വന്ന് ഈ പഞ്ചായത്തിന്റെ ഇന്ന വികസനം ഞാൻ വന്നാൽ ചെയ്യും, അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഒരു അവസരം കൊടുത്തേക്കാം എന്ന് കരുതി അങ്ങനെ വോട്ട് ചെയ്യും. അതാണല്ലോ ജനാധിപത്യത്തിൽ. നമുക്ക് തിരിച്ചു വിളിക്കാൻ ജയപ്രകാശ് നാരായണൻ അധികാരം വേണമെന്ന് നമ്മളോടൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? പിന്നെ ഇതിന്റെ നമുക്കറിയാം, ഇനിയിപ്പോ ഒരു വർഗീയ സംഘടന അല്ലെങ്കിൽ വർഗീയത എന്തെങ്കിലും ഉണ്ടാക്കി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കും. ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായതും അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പൊ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പണം കിട്ടാതെ വരുമ്പോൾ ഇവിടത്തെ പാവപ്പെട്ടവരായ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ ഊറ്റിയെടുക്കാനായിട്ടുള്ള ഒരു മീഡിയ, ഒരു മാധ്യമമായി ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ കാരണം കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയും റിഫൈനറികളിൽ നിന്ന് കിട്ടും. പിന്നെ ബഹുമാനപ്പെട്ട മേരി ജോർജ് പറഞ്ഞു വാജ്പേയിയുടെ കാലത്ത് എടുത്ത ഒരു തീരുമാനം അത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പോലും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൊള്ളലാഭം എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതൽ കൊണ്ടുവന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എണ്ണ കമ്പനികളെക്കാൾ. അവർക്ക് ക്രൂഡിന്റെ അടിസ്ഥാന വിലയും അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 40-44 രൂപ കഴിഞ്ഞിട്ടുള്ള ആ രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള 70 രൂപ എന്ന് പറയുന്ന ടാക്സ്, അത് ഇത്രയും വലിയ ടാക്സ് പിരിച്ച് ജനങ്ങളെ ഇങ്ങനെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് സൽഭരണമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൽഭരണം എന്ന് പറയുവാൻ എന്നെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് കഴിയില്ല. ഇങ്ങനെ ഒരു ഭരണം വേണ്ട എന്ന് ജനങ്ങൾ പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങുന്ന കാലം വിദൂരമല്ല. അനിൽ ബോസൊക്കെ അതിന്റെ മിന്നൽ നിന്ന് നയിച്ചാൽ ഒരു പക്ഷേ അനിൽ ബോസൊക്കെ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ ഒക്കെ കടന്നു വരാൻ എന്നെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ വോട്ട് ചെയ്തെന്ന് വരും. ആരിതിന്റെ മിന്നൽ നിൽക്കുന്നോ അവരോടൊപ്പമായിരിക്കും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ എന്ന തിരിച്ചറിവ് ഭരണത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, റൈറ്റ്. വി കെ സനോജ, വലിയ രീതിയിലുള്ള ജനരോഷം വരുമ്പോൾ പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന കാര്യം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിഷയമാണല്ലോ. നേരത്തെ പറഞ്ഞത് താങ്കൾക്ക് മുഴുമിപ്പിക്കാം. അതിനൊപ്പം ഞാനൊന്ന് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്ധന നികുതിയുടെ സബ്സിഡി നൽകണം സംസ്ഥാനം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നുകൂടി എന്നൊരു ഒരു പന്ത് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഭരണപക്ഷത്തിന്റെ കോർട്ടിലേക്ക് പ്രതിപക്ഷം. മുഴുവൻ വരുമാനം ഒഴിവാക്കാതെ നികുതിയിൽ ഒരു ഭാഗം മാത്രം അത്രയെങ്കിലും ചെയ്തുകൂടെ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് വേണ്ടി എന്നൊരു ചോദ്യമായിരിക്കുമല്ലോ പ്രതിപക്ഷം വരും ദിവസങ്ങളിലും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. ശ്രീ വി കെ സനോജ്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ ബജറ്റ് വിഹിതം ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് സർക്കാരിന് വലിയ നഷ്ടം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഓയിൽ പൂൾ അക്കൗണ്ട് റദ്ദ് ചെയ്യുന്നതെന്നാണ് നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ബജറ്റ് വിഹിതം കൊടുക്കണം. ആ ഓയിൽ പൂൾ അക്കൗണ്ട് നിലനിർത്തേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യമാണ്. അപ്പൊ സാധാരണക്കാരന്റെ പക്ഷം നിൽക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ അത് നിലനിർത്തുമായിരുന്നു. BJPക്കും കോൺഗ്രസിനും അത് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ 2010 UPA ഗവൺമെന്റാണ് നടപ്പാക്കിയത്. 2010 പെട്രോളിന്റെ വിലനിർണ്ണയാധികാരം പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തത് UPA ഗവൺമെന്റാണ്. UPA ഗവൺമെന്റ് അന്ന് വിട്ടുകൊടുത്തപ്പോ അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയും അതിനെതിരായിട്ട് ജനങ്ങളെ റോഡിൽ അണിനിരത്തുകയും ചെയ്ത ആളുകളാണ് BJP. പക്ഷെ BJPക്ക് 2014 ഭരണം കിട്ടി. 2014 ഭരണം കിട്ടിയപ്പോ BJP പെട്രോളിന് വിലനിർണ്ണയിക്കാൻ അധികാരം കമ്പനികളിൽ നിന്ന് എടുത്തു മാറ്റിയോ? മാറ്റിയിട്ടില്ല. BJP എന്ത് ചെയ്തു? ഡീസലിനെ വില കൂടി നിർണ്ണയിക്കാൻ അധികാരം കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ ഭൂതത്തെ തുറന്നു വിട്ടത് കോൺഗ്രസ് ആണ്. അത് ശക്തമായിട്ട് BJP നടപ്പാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ തെറ്റ് ആദ്യം കോൺഗ്രസ് സമ്മതിക്കണം, എന്നിട്ട് വേണം സമരം എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, ഇപ്പൊ ഖജനാവില് പണം കിട്ടുന്നില്ല പറയുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് നികുതി 2014 മുന്നേ 30% ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ ഇന്ത്യൻ ഖജനാവിലേക്ക് അടക്കേണ്ട പൈസയാണ്. ആ 30% 15% ചുരുക്കി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഖജനാവിൽ വലിയ ചോർച്ചയുണ്ടായി. ആ ചോർച്ച അവസാനിപ്പിക്കാൻ, അത് അടക്കാൻ വേണ്ടി ആ വരുമാനം ജനങ്ങളിൽ, ആ വരുമാനത്തിന്റെ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യാതെ കേരളം നികുതി ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലാകെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെയുള്ള വാദഗതികൾ അതെല്ലാം അങ്ങേയറ്റം ബാലിശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കേരളത്തിന്റെ നികുതി എന്താ നോക്കിയേ, എന്തായാലും കോൺഗ്രസ് പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നികുതി ഇളവ് ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു ഇളവും ചെയ്തു കൊടുത്തിട്ടില്ല. 2011 മുതൽ അല്ല സനോജ്, നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കാതെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വങ്ങളും സംസ്ഥാനത്തിന്റെ അധികാരങ്ങളും ഉപയോഗിക്കാമല്ലോ. നമ്മൾ സംസാരിക്കുന്നത് സംസ്ഥാനത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണല്ലോ. അങ്ങനെ ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ നിർവഹിക്കാവുന്നതല്ലേ എന്നല്ലേ പ്രതിപക്ഷം പറയുന്നത്? അനിൽ ബോസിനെ പോലെ ഒരു ദേശീയ പാർട്ടിയുടെ വക്താവ് പറയേണ്ട അഭിപ്രായമാണോ അനിൽ ബോസ് ഉണ്ടായി ചിന്തിക്കുക.
അനിൽബോസ് അങ്ങനെ കേരളത്തിലെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? ഒരു ദേശീയ പാർട്ടിയുടെ വക്താവല്ലേ? എന്താ അനിൽബോസ് അങ്ങനെ പറയുന്നത്? രാജസ്ഥാനിൽ എത്രയാ പൈസ, എത്ര നികുതി? രാജസ്ഥാൻ ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ? അവിടെ നിന്നൊക്കെ നികുതി വന്നത് എങ്ങനെയാണ്? ഇനി കേരളത്തിന്റെ നികുതി ഇതെല്ലാം ഒഴിവാക്കി കൊടുത്താൽ കേരളത്തിൽ സംഭവിക്കുന്ന അപകടം സംബന്ധിച്ച് അനിൽബോസ് മനസ്സിലാക്കാത്തത്. അനിൽബോസിന്റെ പാർട്ടിയും കേരളത്തിൽ നിരവധി തവണ അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടിയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അധികാരത്തിലുണ്ടല്ലോ. ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കിയ BJP ഫെഡറൽ സംവിധാനം അട്ടിമറിച്ച് അധികാരം മുഴുവൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. സംസ്ഥാനങ്ങൾക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. എങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും? ഇപ്പൊ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ ബീവറേജസിന്റെ നികുതി, എണ്ണയുടെ നികുതി, ഈ 2 നികുതികൾ മാത്രമാണ് സംസ്ഥാനത്തിന് ഇപ്പൊ നേരിട്ട് കിട്ടുന്നത്. ബാക്കിയെല്ലാം GST വഴി നേരിട്ട് കേന്ദ്രം പിടിക്കുക. ആ കേന്ദ്രം പിടിച്ചിട്ട് അതിന്റെ വിഹിതം പോലും സംസ്ഥാനങ്ങൾക്ക് യഥാസമയം കൊടുക്കുന്നില്ല. അതിനുവേണ്ടി നീണ്ട നിയമയുദ്ധം നടത്തേണ്ടി വരുന്ന സംസ്ഥാനങ്ങൾക്ക്. ഈ ഒരു സാഹചര്യം ഒന്നും കാണാതെ അനിൽബോസിനെ പോലെ ആളുകൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നേരെ ഞാനൊന്ന് ഇടപെടുന്നു ശ്രീ VK സരോജ്, ഞാനൊന്ന് ഇടപെടുന്നു. ഞാൻ തിരികെ വരാം. ശ്രീമതി മേരി ജോർജ്, രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് മാത്രം GSTക്ക് പുറത്തു നിൽക്കുന്നു, അത് മാത്രം സംസ്ഥാന സർക്കാരിലേക്ക് നികുതി എന്ന് പറയുന്നതിൽ അടക്കമുള്ള ചില പൊള്ളത്തരങ്ങളുണ്ടല്ലോ സംസ്ഥാനം പറയുന്നതിന്. അത് ഏത് രീതിയിലാണ്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാനുണ്ട് അപർണ. ഒന്നാമത് ഇപ്പോൾ സനോജ് പറഞ്ഞ ആ കാര്യം തന്നെ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ പോയിട്ടില്ല, അതുപോലെ തന്നെ ബിവറേജസ് GSTയിൽ പോയിട്ടില്ല, ഭൂനികുതി വളരെ പ്രധാനപ്പെട്ട ഒന്ന് GSTയിൽ പോയിട്ടില്ല, ഇലക്ട്രിസിറ്റി നികുതി അത് GSTയിൽ പോയിട്ടില്ല. ഈ 4 വരുമാന മാർഗങ്ങളും GSTയിൽ പോയിട്ടില്ല. ഈ 4 വരുമാന മാർഗങ്ങളും കൂടി ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം 50-55% നികുതി വരുമാനത്തിനുള്ള സാധ്യതകളുടെ 50-55% ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി ഞാൻ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലേക്ക് ഒന്നോടെ എനിക്ക് തിരിഞ്ഞു പോയാൽ കൊള്ളാമെന്നുണ്ട്, തിരിച്ചു പോയാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഒന്നാമത്തെ കാര്യം, 2014 BJP ഗവൺമെൻറ് വരുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പെട്രോളിൻ്റെ അടിസ്ഥാന എക്സൈസ് തീരുവ 9 രൂപ 48 പൈസയായിരുന്നു. അതായത് കോൺഗ്രസ് ഗവൺമെൻറ് അതുവരെ ഭരിച്ച് കൊണ്ടുവന്ന നികുതിയാണ് 9 രൂപ 48 പൈസ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ. അത് 2021 ആയപ്പോഴത്തേക്ക് 2014 മുതൽ 2021 വരെ BJP ഗവൺമെൻറ് തന്നെയാണെന്ന് ഓർക്കണം, വന്നപ്പോഴത്തേക്ക് 32 രൂപ 90 പൈസയായിട്ട് വർദ്ധിക്കുന്നു. ഇനി ഡീസലിൻ്റേത് അന്ന് 3 രൂപ 56 പൈസയായിരുന്നു, അത് 31 രൂപ 80 പൈസയായിട്ട് ഈ ജൂണിലെ കാര്യമായി പറഞ്ഞ 2021 ജൂണിൽ വരെ, 2014 മുതൽ 2021 ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് പെട്രോളിൻ്റെ വിലയിൽ 247% നികുതിയിൽ, അതുപോലെ ഡീസലിൻ്റെ നികുതിയിൽ 793% വർധനവാണ് ഉണ്ടായത്. ഇനി അത് പോകട്ടെ, അന്ന് നേരത്തെ നമ്മുടെ ഡിജോ കാപ്പൻ പറഞ്ഞല്ലോ, 2012 $110 ആയിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന്. അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് 2014 എത്രയായിരുന്നു? 2014 $105 ആയിരുന്നു വില. അതിനുശേഷം $105 നിന്ന് താണ് 2016 ആയപ്പോഴത്തേക്കും $27 ആയിട്ട് കുറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ. അപ്പോഴും ഇവിടെ BJP ഗവൺമെൻറ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചു കൊണ്ട് തന്നെയിരുന്നു. അതിനുശേഷം ആ $27 ശേഷം വീണ്ടും അതിൻ്റെ വില കൂടാൻ തുടങ്ങി. പിന്നെ പാൻഡമിക് വരുന്നു. പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ 2020 വീണ്ടും $40 ആയിട്ട് വില കുറഞ്ഞു. അപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ $40 ആയിട്ട് വില കുറഞ്ഞപ്പോഴും ഇവിടെ വില വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. 2021 ജൂൺ ആയപ്പോഴേക്കും, ജൂണിൽ പിന്നെ അന്താരാഷ്ട്ര വില അപ്പോഴും ഉയർന്നിട്ടില്ല, $70 നിൽക്കുകയാണ്. അപ്പോഴും ഇവിടെ വില ഉയർന്നുകൊണ്ട് തന്നെയായിരുന്നു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും. അപ്പോൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ന് അസംബ്ലിയിൽ ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അതായത് എന്താണ് നികുതി ടെററിസം. ഇത് ഇപ്പോൾ VD സതീശൻ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞു. അതേ സമയത്ത് നമ്മൾ ഓർക്കണം, നികുതി ടെററിസമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാണ് വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്നത്. അങ്ങനെയുള്ള അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ GST കൊണ്ടുവന്നത്. നികുതി ഏകീകരണം, മൾട്ടിപ്പിൾ റേറ്റ്സ് ഇല്ലാതെ
നികുതി ഏകീകരണം കൊണ്ടുവരാൻ വേണ്ടി. അല്ല, പ്രധാനപ്പെട്ട ആ ചോദ്യം തന്നെയാണ്. അതിലേക്ക് എത്തിയത് കൊണ്ട് ഞാൻ ശ്രീമതി മേരി ജോർജ് അതിലേക്ക് തന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോടുകൂടി ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്ധനവില GSTക്ക് കീഴിലാക്കുന്നതിനെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതിപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളം മാത്രമല്ല, അവരെല്ലാവരും ഒരേ സമയത്ത് എതിർക്കുകയും അതിനെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സംസാരിക്കുകയും ചെയ്യുകയാണ്. രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഡിജോ കപ്പൻ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയമില്ലാത്തവർ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവർക്കെല്ലാം പറയാൻ തോന്നുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം അത് ഏത് രീതിയിലാണ്? അതൊരു പരിഹാരമാണ്. വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് അപർണ. അതായത് സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ട് അത് സമ്മതിക്കുന്നില്ല GSTയിലേക്ക് പോകാൻ? കാരണം ഇവിടുത്തെ തനത് വരുമാനത്തിൻ്റെ, കേരളത്തിൽ നിന്ന് അകത്തുനിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനത്തിൻ്റെ 20 മുതൽ 25% വരെ കിട്ടുന്നത് ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി, വാല്യൂ ആഡഡ് ടാക്സ് വഴിയാണ്. 1. 2, ഇതുവരെ ഈ കഴിഞ്ഞ ജൂലൈ വരെ ഇവിടെ നമ്മുടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന് വേണ്ടി, അതായത് പ്രളയബാധിത കേരളത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. അത് ഈ ജൂലൈ 31 തീർന്നു. പക്ഷേ ഇപ്പോഴും 1% സെസ് നിൽക്കുന്നു. എന്തിനു വേണ്ടി? ആ സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ ഫണ്ടിലേക്കാണ്. കിഫ്ബി ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണല്ലോ. കിഫ്ബി എന്ന് വെച്ചാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ആ ബോർഡിൻ്റെ നികുതി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതിൻ്റെ ഫണ്ടിലേക്കാണ് 1% സെസ് ഇപ്പോഴുള്ളത് പോകുന്നത്. ഇനി GSTയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ പറയപ്പെട്ട സെസ് പിരിക്കുക അസാധ്യമാകും. അത് 1. പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 20 മുതൽ 25% വരെ തനത് വരുമാനം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ പകുതി, അതായത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന കേന്ദ്രം പിരിച്ചെടുക്കുന്ന, അതായത് കേന്ദ്രവും സംസ്ഥാനവും പിരിച്ചെടുക്കുന്ന പകുതി നികുതിയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയെ കിട്ടുള്ളൂ. സാധാരണ രീതിയിൽ അവിടെ ഒരു റവന്യൂ കുറവ് വരും. പക്ഷേ അതിൽ നിന്ന് ഒരു ഭാഗം ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും നമുക്ക് കിട്ടും. എങ്കിലും ഈ കൃത്യമായിട്ട് നഷ്ടപ്പെടുന്ന അത്രയും കിട്ടുകയില്ല. അതാണ് സംസ്ഥാന ഗവൺമെൻറ്, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അതുകൊണ്ട് ഇഷ്ടമല്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഏകദേശം 20% വരുമാനം വരുന്ന ഒരു മാർഗമാണ് ഈ ഇന്ധനങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഈ നികുതി. അതുകൊണ്ട് കേന്ദ്രത്തിനും ഇത് GSTയിലേക്ക് പോകണമെന്നില്ല. കാരണം കേന്ദ്രത്തിനാണെങ്കിലും അത് GSTയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പകുതി പിരിക്കുന്നത് സംസ്ഥാനവും പകുതി പിരിക്കുന്നത് കേന്ദ്രവുമാണ്. അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ നികുതിയിൽ കുറച്ച് കുറവുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും കേന്ദ്രത്തിന് അതിനെ GSTയിൽ ഇടുന്നതിനോട് വലിയ വിരോധമില്ല. ഒറ്റ കാരണം കൊണ്ട്, അതായത് ഇഷ്ടം പോലെ സെസ് നിയമപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് സെസ് ഏർപ്പെടുത്താം. സെസ് ഏർപ്പെടുത്തിയാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? സെസ് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ട. അതേസമയത്ത് നികുതിയായിട്ട് പിരിച്ചെടുക്കുകയാണെങ്കിൽ 50% സംസ്ഥാനത്തിനും 50% കേന്ദ്രത്തിനുമായിട്ടാണ് കിട്ടുക. അപ്പോൾ അതുപോലെയല്ല, സെസ് എത്ര ഏർപ്പെടുത്തിയാലും അത് ഷെയർ ചെയ്യേണ്ട, അത് മുഴുവനും കേന്ദ്രത്തിൻ്റെ കൈവശത്തിൽ തന്നെ ഇരിക്കും. അതേസമയത്ത് സെസ് ഈടാക്കാനുള്ള അവസരം സംസ്ഥാനങ്ങൾക്ക് ഇനി, അതായത് ഈ GSTയിലേക്ക് പോയി കഴിഞ്ഞാൽ GSTയിൽ തന്നെ മാറ്റം വരുത്തിയാൽ മാത്രമേ സെസ് ഈടാക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ടാകും. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. അഡ്വക്കേറ്റ് അനിൽ ബോസ്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സജഷൻസ്? നേരത്തെ ശ്രീ ഡിജോ കപ്പൻ പറഞ്ഞതുപോലെ ജനങ്ങൾ ഒരുപക്ഷെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എത്ര കാലം കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളതും, ഒരുപക്ഷെ ഇതൊക്കെ ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കായിരിക്കും സാധാരണ ജനങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അങ്ങനെ ഉള്ള സംഭവങ്ങൾക്കെല്ലാം സാക്ഷികളായിട്ടുമുണ്ട് ലോക രാജ്യങ്ങൾ പലതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം അതാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? UPA ഗവൺമെന്റിന്റെ കാലത്ത് കേവലം രൂപ അല്ലെങ്കിൽ 2 രൂപ വർദ്ധിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ ഖേദിക്കുന്നു. ചില സാങ്കേതിക വിഷയങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ വാലിഡ് പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം എന്ന് കൂടി വിചാരിക്കുന്നു. ഞാൻ അതിന് മുൻപ് ശ്രീ ഡിജോ കപ്പൻ ഒരു കാര്യം കൂടി ഇത് പറഞ്ഞുകൊണ്ട് പോകണമല്ലോ. കാരണം ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പെട്രോളിനും ഡീസലിനും വില കൂടുന്നത് വാർത്തയല്ലാണ്ടായപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്ത റേഷൻ മണ്ണെണ്ണയ്ക്ക് കൂടി വില കൂട്ടിയതാണ്. ഈ സാധാരണ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്വാഭാവിക വർധനവ് എന്നൊരു ന്യായീകരണം ഇത്തവണ വന്നിരിക്കുന്നു.
അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രവണതയ്ക്ക് കൂടി തുടക്കം കുറിക്കുന്നത് അത് എത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട്, സാധാരണക്കാർക്ക് എത്രത്തോളം ആശങ്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് കൂടി വേണം ഇതിനൊപ്പം ആഡ് ചെയ്ത് പറയാം. നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവർക്ക് ഒരു സൈക്കോളജി ഉണ്ടെന്നാ പറയുന്നത്. ഏത് കമ്പ് കിട്ടിയാലും അതേ കയറി പിടിക്കും. അത് മുള്ളുവേലി ആണെങ്കിലും ഏതാണേലും പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പണത്തിന് വേണ്ടിയിട്ട് ഏത് കാര്യത്തിൽ ഇടപെട്ടാൽ പണം കിട്ടുമെന്നുള്ള ഒരു ചിന്ത മാത്രം ഭരണാധികാരികൾക്ക് അല്ലെ അവരെ അഡ്വൈസ് ചെയ്യുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 240 രൂപയും മറ്റും ഒരു ഗ്യാസ് സിലിണ്ടറിന് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു തീവെട്ടിക്കൊള്ളയ്ക്ക് ഒരു ഭരണാധികാരി അനുവാദം കൊടുക്കുമോ? ഇത് ഉദ്യോഗസ്ഥന്മാരാണോ ഇത് തീരുമാനിക്കുന്നത്, അതെയോ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണോ എന്ന് നമുക്ക് സംശയം തോന്നുക. ഇന്ത്യയിൽ എന്തായാലും ജനാധിപത്യ ഭരണമാണെന്നാണല്ലോ വെപ്പ്. അപ്പം അവരെ 5 കൊല്ലം കൂടുമ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതല്ലേ? അതോ 5 കൊല്ലം ഇനി കുറെ കാലം കൂടെ ഉണ്ട്, ആ സമയത്ത് എന്തെങ്കിലും ഒരു വർഗീയ സംഘടനകളോ വല്ലതും ഉണ്ടാക്കി ഇതെല്ലാം ആളുകൾ മറന്നുപോകും, അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാം എന്ന ചിന്തയാണോ ഇവരെ നയിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരായ, ഇന്ന് നമുക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ, നമ്മുടെ കേരളത്തിൽ ദൈവം അനുഗ്രഹിച്ച ഏതാണ്ട് എല്ലാ വീടുകളും വൈദ്യുതിവൽക്കരിച്ചു. മണ്ണെണ്ണയുടെ ആവശ്യം ഇവിടെ അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ വല്ല കടലിൽ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് അല്ലെ മുസൽമാനൊക്കെ ഉള്ളൂ അതിന്റെ ആവശ്യമുള്ളൂ. ബാക്കി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള വളരെ ദരിദ്രരായ ആളുകൾ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയ്ക്ക് പോലും ഇങ്ങനെ വില കൂട്ടുന്നു എന്ന് പറയുന്നത് ഇവര് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണോ ഇന്ത്യ ഭരിക്കുന്നത് എന്ന സംശയം നമുക്ക് തോന്നുന്നത് പോലെയാണ് ഓരോ ദിവസവും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലെ വില വർധനവ് നമ്മളെ ആശങ്കയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ജനം ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അതിനൊരു ലീഡർ ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പം സ്വയം പ്രേരിതമായി ആളുകൾ ഇറങ്ങി വരികയും അവരിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഉയർത്തു വരികയും ചെയ്യും എന്ന പ്രതീക്ഷയാണ് എന്നെ പോലെയുള്ള, വേണമെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്ന അരാഷ്ട്രീയക്കാരായ എന്നെ പോലെയുള്ള ഉപഭോക്ത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവര്. എനിക്കത് മനസ്സിലായി ശ്രീ ഡി ജോക്കബ്. ഞാൻ ഒന്നുകൂടെ ശ്രീ അനിൽ ബോസ്, അതാണ് ഒരു വിഷയം. ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അത് പ്രതിപക്ഷമാണെങ്കിൽ പോലും ജനത്തിന് എത്രത്തോളം ആശ്രയിക്കാൻ കഴിയും, ഇങ്ങനൊരു വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ ക്രിയാത്മകമായിട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങളിലേക്ക് അത് എത്രത്തോളം പ്രതിപക്ഷത്തിന് കഴിയും, എത്രത്തോളം കോൺഗ്രസിന് കഴിയും എന്നുള്ളൊരു ചോദ്യമൊക്കെയാണല്ലോ ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാമെങ്കിൽ. എനിക്ക് ഈ CPM-ന്റെ പ്രതിനിധികളോടൊക്കെ പറയാനുള്ളത്, ഇത് ചരിത്ര രേഖകളാണ്. നിയമസഭയിലെ പ്രഖ്യാപനങ്ങൾ, സർക്കാർ വിജ്ഞാപനങ്ങൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 1-ലധികം തവണ സംസ്ഥാനത്തെ നികുതിയിൽ ഇളവ് വരുത്തിയതിനെ സംബന്ധിച്ച് രേഖകളുണ്ട്. വെറുതെ 3 തവണ ഞാൻ പറയുന്നത്, അത്തരം അടിസ്ഥാനരഹിതമായി നമ്മളൊരു ഗവൺമെന്റ് ചെയ്ത നടപടികൾക്ക് വ്യക്തമായ രേഖകൾ ഉള്ളപ്പോൾ അത്തരം പരാമർശങ്ങൾ നടത്തി അപകാശത്തിനാകരുത് എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാൻ. മറ്റൊന്ന് നിർത്ത് ഞാൻ നിങ്ങളാരും സംസാരിച്ച് ഇടപെട്ടില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. ദേശീയ പാർട്ടി ദേശീയപരമായി തന്നെ നിലപാടുകൾ എടുക്കും. പക്ഷേ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റം കൊണ്ടുവന്നതും സ്റ്റേറ്റുകൾക്ക് രൂപീകൃതമായി ഭരണപരമായ അംഗീകാരം നൽകിയിട്ടുള്ളതും. അവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ധാർമ്മിക ബാധ്യത. ഇവിടെ പൗരത്വ നിയമം വന്നപ്പോൾ നമ്മൾ ഒന്നിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കിയില്ലേ? എത്രയോ വിഷയങ്ങളിൽ നമ്മൾ ഒന്നിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കി. എന്റെ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നതിന്, നികുതി കുറയ്ക്കുന്നതിന് ഒരു പ്രമേയം പാസാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറയണ്ടേ? ബാക്കി മുഴുവൻ കാര്യത്തിനും രണ്ടായി നിൽക്കുന്ന CPM-നും LDF-നും UDF-നും ഒന്നിച്ച് പ്രമേയം പാസാക്കാം. മനസ്സിലായില്ലേ? ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. അനിൽ ബോസ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഈ നികുതി വർധനവ് നടത്തുന്നതിന് സീസൺ ഉണ്ടോ? ഇതെന്താ സീസണബിൾ പ്രോഗ്രാം ആണോ? കഴിഞ്ഞ മെയ് മാസം മുതൽ ജൂലൈ വരെ 38 തവണയാണ് ഡീസലിനും, ഞാൻ ഓരോന്നും കൃത്യമായി കണക്ക് പറയാൻ തയ്യാറാണ്, സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 38 തവണയാണ് മെയ് മാസത്തിനും ജൂലൈക്കും ഇടയ്ക്ക് 38 തവണയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത്. പിന്നെ വർദ്ധിപ്പിക്കുന്നില്ല. എന്താ കാര്യം? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നികുതി വർധനവില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം 29 തവണ, സെപ്റ്റംബർ 24 മുതൽ ഇങ്ങോട്ട് 29 തവണയാണ് വർധനമുണ്ടാക്കിയത്. ഇതെന്തൊരു മര്യാദകേടല്ലേ?
ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ പാർലമെന്റിനകത്ത് എത്രയോ ആ പോയിന്റ് വ്യക്തമാണ് ശ്രീ അനിൽ ബോസ്, ആ പോയിന്റ് വ്യക്തമാണ്. ഞാൻ വരാം ശ്രീ വി കെ സരോജ. അതായത് സിപിഎമ്മിന് പ്രതിഷേധിക്കാൻ വയ്യ, പ്രമേയം പാസാക്കാൻ വയ്യ, പ്രതിഷേധിക്കുന്ന കോൺഗ്രസിനെ വിമർശിക്കാനാണ് സിപിഎമ്മിന് തിടുക്കം. അങ്ങനെ കേന്ദ്രത്തിന് കത്ത്. ഞാൻ തിരികെ വരാം ശ്രീ അനിൽ ബോസ്, ഞാൻ തിരികെ വരാം. ശ്രീ വി കെ സനോജ, പ്രതിപക്ഷം നടത്തുന്ന സമരത്തെ വിമർശിക്കാൻ മാത്രം അറിഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ച് കൈ കെട്ടിയിരുന്നാൽ ഈ പരിഹാരം ഉണ്ടാകുമോ എന്നല്ലേ ചോദിക്കുന്നത്? വി കെ സനോജ് എല്ലാത്തിനും ചേർത്ത് പറഞ്ഞ ഈ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് സെസ് വെട്ടിക്കുറക്കുകയാണ് വേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന അധിക നികുതി ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇവിടെ ഇപ്പൊ കോൺഗ്രസ് നേതാവെന്താ പറയുന്നത്? ആ കാര്യം പറയുന്നതിന് പകരം അയാൾ പറയുകയാണ് 2011 മുതൽ 2015 വരെ ഉമ്മൻചാണ്ടി 3 തവണ നികുതി കുറച്ചു എന്നാണ്. എന്നാൽ അതിന്റെ മുഴുവൻ ചരിത്രവും ഞാൻ പറഞ്ഞുതരാം. 2011 മുതൽ 2015 വരെ UDFന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 തവണ നികുതി കുറച്ചു. എന്നാൽ 13 തവണയാണ് പെട്രോളിന്റെ വില നികുതി കൂട്ടിയത്. 2011 26.64% ആയിരുന്ന നികുതി 2015 ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോൾ 31.8% വർദ്ധിപ്പിച്ചു. ഡീസലിന്റെ കാര്യത്തിൽ 2 തവണ കുറച്ചു, പക്ഷേ 6 തവണ 2015 ജൂൺ മാസം 22.6% ഉള്ള നികുതി 2015 ആവുമ്പോഴേക്ക് 24.52% വർദ്ധിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ കാലത്ത് 2016 മുതൽ നികുതി വർദ്ധിപ്പിച്ചിട്ടേയില്ല. 1 തവണ നികുതി കുറക്കുകയാണ് 2016 കാലഘട്ടത്തിലുള്ള LDF കാലത്ത് ചെയ്തത്. 2018 30.08% കുറച്ച് പെട്രോളിന് 31.8% വർദ്ധിപ്പിക്കുക ചെയ്തത്. ഡീസലിന്റേത് 22.76% നിന്ന് UDF 24.52% വർദ്ധിപ്പിച്ചു. ആരാണ് ഈ കണക്കിൽ ഇപ്പൊ പറഞ്ഞില്ല? നിയമസഭയിൽ കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ് എന്ന്. ഇതാണ് നിയമസഭയിലെ കൃത്യമായ കണക്ക്. ഈ കണക്കുകൾ വെച്ച് നിഷേധിക്കാൻ ഈ അനിൽബോസിന് കഴിയോ? നിങ്ങൾ ഈ പറയുന്ന വിരുദ്ധ അസംബന്ധം ഇതെല്ലാം കൃത്യമായി നിങ്ങളുടെ കാലത്ത് 2010 എണ്ണ കമ്പനികൾക്ക് അവകാശം പിന്നീട് കോൺഗ്രസ് പാർട്ടിയാണ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നെങ്കിൽ ഞങ്ങളെപ്പോൾ അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. സനോജ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അനിൽ ബോസ് ചോദിക്കുന്ന ചോദ്യം കൂടെ കേട്ടുകൊണ്ട് ഞാൻ വരാം. തീർച്ചയായും ഞാൻ പറഞ്ഞ അപർണ, ഞാൻ പറയുന്നു, ഉത്തരവാദിത്വപൂർവ്വം പറയുന്നു. ഇവർ പറഞ്ഞല്ലോ രാജസ്ഥാനിൽ കോൺഗ്രസ് കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഏത് പാർട്ടിയാണെങ്കിലും ആം ആദ്മിയാണല്ലോ ഡൽഹിയിൽ ഭരിക്കുന്നത്. ഞാൻ പറയട്ടെ കള്ളം പറയുന്നത് എന്തിനാ? ഒരു ചർച്ചയിൽ കള്ളം പറയുന്നില്ലേ? 3 പ്രാവശ്യം നികുതി കുറച്ച ഉമ്മൻചാണ്ടി കളവാണ് ചെയ്തത് എന്ന് നിങ്ങളല്ലേ ഈ ചർച്ച? 2011 26.64% നികുതി ഒരു നാലാംകര രാഷ്ട്രീയക്കാരുടെ നിലവാരത്തിലേക്ക് ദയവായി പോകരുത്. ഇത് ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമായി മാറുമ്പോൾ ശ്രീ വി കെ സനോജ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ ശ്രീമതി മേരി ജോർജ്, ഈ വലിയൊരു ചർച്ചയുടെ ഇടയിൽ പറയാൻ പാടില്ല എങ്കിൽ പോലും കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? നന്ദനം എന്നൊരു സിനിമയിലുണ്ടല്ലോ, നായിക ജോലി ചെയ്യുന്ന വീട്ടിനകത്തുള്ള ജോലി ചെയ്യുന്ന 2 സ്ത്രീകൾ പരസ്പരം പഴിചാരിക്കൊണ്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ്. കേന്ദ്രം ചെയ്യുകയാണെങ്കിൽ സംസ്ഥാനം ചെയ്യാം, മറ്റ് കോൺഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഇടതുപക്ഷം ചെയ്യാം, തിരിച്ചാണെങ്കിൽ ചെയ്യാം. ഈ രീതിയിലുള്ള പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നത് രാഷ്ട്രീയത്തിന് നല്ലതാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ഈ പറഞ്ഞു വരുന്ന പോലെ വില നിർണ്ണയ രീതി അടക്കമുള്ള വിഷയങ്ങളിൽ മാറ്റം വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയോ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ഒന്നും പോയില്ലെങ്കിൽ ഇതിനെന്ത് പരിഹാരമുണ്ടാകും? അപർണ, അതായത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ. ഉമ്മൻചാണ്ടി 3 പ്രാവശ്യമായിട്ട് 681 കോടി രൂപയാണ് വേണ്ട എന്ന് വെച്ചത്. അന്ന് ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി, ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം. സനോജ് അതിനെ എതിർക്കാൻ വരണ്ട, അസത്യം പറഞ്ഞുകൊണ്ട്. ഇനി പോട്ടെ, ഇനി അതിലേക്ക് പോട്ടെ. അപർണ ചോദിച്ച ചോദ്യത്തോട്, അപർണ, ഇത് കേന്ദ്ര ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഇപ്പോഴും നിയന്ത്രിക്കാൻ അവസരമുണ്ട്. കാരണം
പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൻ്റെ മാനുവലിൽ 8-ാം അധ്യായത്തിൽ 42-ാം ഉപഘടകത്തിൽ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ തീരുമാനം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗസറ്റ് നോട്ടിഫിക്കേഷനുള്ള നിയമം ഉണ്ടല്ലോ 2002 ആ നിയമപ്രകാരം ആ നിയമത്തിന് വിപരീതമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാം. എന്തുകൊണ്ട് ഇടപെടാം? കാരണം ഇപ്പോഴും 51% മുതൽ 67% വരെ ഈ പെട്രോളിയം കമ്പനികളുടെ ഷെയറുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ മേജർ സ്റ്റേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലായത് കാരണം എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഇടപെടാം. അങ്ങനെ ഇടപെടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ അപർണ പറഞ്ഞതുപോലെ അതായത് അനിൽ ബോസ് പറഞ്ഞതുപോലെ പാർട്ടി ഭേദമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് 136 കോടി ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വരണം. അതായത് മഹാത്മാഗാന്ധിയുടെ വില്ലേജ് സ്വരാജ് എന്ന് പറഞ്ഞ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം പേജിൽ തന്നെ പറയുന്നു, ഭൂരിപക്ഷം കൊടുത്ത ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുന്നതല്ല ജനാധിപത്യം. ആ ഗവൺമെൻറ് ജനദ്രോഹപരമായിട്ട് ഭരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് അടിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് എൻ്റെ വാക്കാണ്. ആ ഭരണത്തെ താഴെ ഇറക്കുന്നതിലാണ് ഡെമോക്രസിയുടെ വിജയമെന്നാണ് ഈ പുസ്തകത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്ര ജനദ്രോഹപരമായിട്ട്, അതായത് ഇത്രയ്ക്കും ജനദ്രോഹപരമായിട്ട് ഒരു ഗവൺമെൻറ്റിന് ഒരു രാജ്യത്തെ ഭരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് നമ്മൾ ഓർക്കണം, ഈ പാൻഡമിക് കാരണം 40 കോടി ജനങ്ങൾ തൊഴിലില്ലാത്തവരാണെന്ന് IMF തന്നെ രേഖപ്പെടുത്തിയതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ സാമ്പത്തികമൊക്കെ വി ഷേപ്പിലെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ആരുടെ കയ്യിലും പാവപ്പെട്ടവരുടെ കയ്യിൽ പണമില്ലാതെ നമ്മൾ കണ്ടതാണ്. ഗംഗാ നദിയിലൊക്കെ ഡെഡ് ബോഡീസ് അത്തരം ഒരു സ്ഥിതിയിൽ ജനം എത്തിപ്പെട്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ തീവെട്ടിക്കൊള്ള. തീർച്ചയായും ഏതായാലും ഈ വലിയ തീവെട്ടിക്കൊള്ള വരുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് അതിനുള്ള ന്യായീകരണം പറയേണ്ട അല്ലെങ്കിൽ ആ വാദം ഉന്നയിക്കേണ്ട BJP നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് എങ്കിൽ പോലും അത് ചർച്ചയിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെക്കുകയാണ് എന്നുകൂടെ സമ്മതിച്ചുകൊണ്ട് കൂടിയാണ് പ്രൈം ഡിബേറ്റ് പൂർണ്ണമാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പെരുവഴിയിലേക്ക് ജനത്തെ തള്ളിവിടുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് പരിഹാരമാകുകയില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടുകൂടി പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.